നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ പ്രശാന്ത്. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. അതിരപ്പള്ളി തോട്ടപ്പുര വ്യൂ പോയിന്റിൽ വീണ വിനോദസഞ്ചാരിയെ മലക്കപ്പാറ പോലീസും വനംവകുപ്പും വാച്ചറും ചേർന്ന് രക്ഷപ്പെടുത്തി. കടങ്ങോട് പള്ളിമേപ്പുറം മേഖലയിലുണ്ടായ മിന്നൽ ചുഴിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് സർവീസ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. അപൂർവ ഫലവൃക്ഷങ്ങളുടെ വിസ്മയ ലോകം തീർത്ത് ശ്രദ്ധ നേടിയിരിക്കുകയാണ് പുലിക്കൂട്ടിൽ ജിജു. വാർത്തകൾ വിശദമായി അറിയാം. അതിരപ്പള്ളി തോട്ടുപുര വ്യൂ പോയിന്റിൽ വീണ വിനോദസഞ്ചാരിയെ മലക്കപ്പാറ പോലീസും വനവകുപ്പും വാച്ചറും ചേർന്ന് രക്ഷപ്പെടുത്തി. പാവത്തി സ്വദേശി കാരമക്കിൽ വീട്ടിൽ 55 വയസ്സുള്ള അർജുനെയാണ് രക്ഷപ്പെടുത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. വ്യൂ പോയിന്റിൽ കാഴ്ചകൾ കാണുന്നതിനിടെ അബദ്ധത്തിൽ കാൽ വഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. അഗാധമായ ഗർത്തത്തിലേക്ക് വീണ അർജുന്റെ നിലവിളി കേട്ട് എത്തിയവരാണ് പോലീസിലും വനം വകുപ്പിലും വിവരം അറിയിച്ചത്. 30 അടി താഴ്ചയിലേക്ക് വീണ അർജുനെ മലക്കപ്പാറ SI ജോസഫും വനം വകുപ്പ് വാച്ചർ ഗിരീഷും വിനോദസഞ്ചാരികളുടെ വാഹനം ഓടിച്ച ബസ് ഡ്രൈവർ അനുരാജും ചേർന്നാണ് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. നിസാര പരിക്കേറ്റ അർജുനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. കടങ്ങോട് പള്ളിമേപ്പുറം മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. പള്ളിമേപ്പുറം സെയ്താലി ഹാജി റോഡിൽ വലിയ ശബ്ദത്തോടെ കാറ്റ് വീശിയടിച്ചു. പലയിടങ്ങളിലും വലിയ മരങ്ങൾ കടപുഴകി വീഴുകയും കൊമ്പുകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട്. മരം വീണ് പരപ്പിൽ താൽക്കാലിക ഷെഡിന് കേടുപാടുകൾ സംഭവിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, വാർഡംഗം ആമിന സുലൈമാൻ എന്നിവർ പ്രദേശത്ത് സന്ദർശനം നടത്തി. KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യ യാത്രയും ഇന്ധനവില വർധനവും മൂലം സ്വകാര്യ ബസ് സർവീസ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ജില്ലയിൽ വ്യാപകമായി സ്വകാര്യ ബസ്സുകൾ ട്രിപ്പുകൾ വെട്ടിക്കുറച്ചു. 100ഓളം ബസ്സുകൾ സർവീസുകൾ നിർത്തി. വരുമാന നഷ്ടം മൂലം പ്രതിസന്ധി അതിരൂക്ഷമായതോടെയാണ് പ്രിയദർശിനി സർവീസുകളുള്ള റൂട്ടുകളിലെ സ്വകാര്യ ബസ്സുകളുടെ ട്രിപ്പുകൾ വ്യാപകമായി വെട്ടിക്കുറച്ചത്. മിക്ക റൂട്ടുകളിലും രാവിലെയും വൈകിട്ടും മാത്രമായി സർവീസ് ചുരുക്കി. തൃശൂരിൽ നിന്ന് പാലക്കാട്, ഗോവിന്ദാപുരം, കൊഴിഞ്ഞാമ്പാറ, ഗുരുവായൂർ, എറണാകുളം, ചാലക്കുടി, മാള, തൃശൂർ, ആമ്പല്ലൂർ, കൊടുങ്ങല്ലൂർ, മാള തുടങ്ങിയ റൂട്ടുകളിലാണ് ട്രിപ്പുകൾ വ്യാപകമായി വെട്ടിക്കുറച്ചത്. ഇതിനിടയിലാണ് ജില്ലയിലുള്ള 1300ഓളം സ്വകാര്യ ബസ്സുകളിൽ 100ഓളം ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിവച്ചത്. പ്രിയദർശിനി സർവീസുകൾ 25% സ്വകാര്യ ബസ്സുകളെ നേരിട്ടും 50% ബസ്സുകളെ ഭാഗികമായും ബാധിച്ചുവെന്നും തൊഴിലാളികൾക്ക് പൂർണ്ണമായി ശമ്പളം പോലും കൊടുക്കാൻ സാധിക്കുന്നില്ലെന്നും ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ട്രഷറർ VS പ്രദീപ് പറഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം നടപടിയെന്ന് ബസ് ഉടമകളും തൊഴിലാളികളും പറയുന്നു. ദിവസവും 1000 മുതൽ 3000 രൂപ വരെയാണ് നഷ്ടം. ജില്ലയിലെ 4000ഓളം തൊഴിലാളികളെയും ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന 10000ഓളം ആളുകളെയും ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബസ്സുകൾ സർവീസുകൾ നിർത്തിവെക്കേണ്ട സാഹചര്യമാണുള്ളത്. അടുത്ത ആഴ്ച നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ മോട്ടോർ മേഖലയിലെ എല്ലാ സംഘടനകളുമായി ചേർന്ന് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും VS പ്രദീപ് പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. ഇനിയുള്ള ഒരു മാസക്കാലം ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങൾക്ക് സുഖസമൃദ്ധിയുടെ നാളുകളാണ്. പാപ്പാന്മാരുടെ പ്രത്യേക പരിപാലനവും പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണവുമാണ് സുഖചികിത്സാ കാലത്തെ പ്രത്യേകത. അരി, ചെറുപയർ, മുതിര തുടങ്ങിയവ പ്രത്യേക അനുപാതത്തിലെടുത്ത് ആയുർവേദ വിധിപ്രകാരം അഷ്ടചൂർണം, ചവനപ്രാശം എന്നിവയും വൈറ്റമിൻ ഗുളികകളും ചേർത്ത ചോർ ഉരുളയാണ് സുഖചികിത്സാ സമയത്ത് ആനകൾക്ക് നൽകുന്നത്. വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘം ഓരോ ആനകളുടെയും തൂക്കവും ആരോഗ്യസ്ഥിതിയും പരിശോധിച്ച ശേഷമാണ് മരുന്നുകളുടെ അളവുകൾ നിശ്ചയിക്കുന്നത്. ആനകളുടെ തൂക്കവും തേജസ്സും വർദ്ധിക്കുമെന്നതിനാലാണ് വർഷക്കാലത്ത് സുഖചികിത്സ നടത്തുന്നത്. സമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം തേച്ചുകുളിയും പ്രത്യേകതയാണ്. ദേവസ്വത്തിലെ മുൻനിര ആനകളായ നന്ദൻ, ഇന്ദ്രസേനൻ തുടങ്ങി 14 ആനകൾ നീരിലാണ്. ഈ ആനകൾക്ക് മദപ്പാടിൽ നിന്ന് അഴിച്ച ശേഷമായിരിക്കും സുഖചികിത്സ നടക്കുക. ആനത്താവളത്തിന്റെ വടക്കേ മുറ്റത്ത് ആനകളെ നിരയായി നിർത്തിയ ശേഷം ജൂനിയർ വിഷ്ണുവിന് ആദ്യ ചോറുരുള നൽകി. റവന്യൂ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
ആനത്താവളത്തിന്റെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, C മനോജ് V നായർ, MU ഷിനിച്ച്, ജീവധനം വിദഗ്ധ സമിതി അംഗങ്ങളായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് എന്നിവർ സംസാരിച്ചു. അപൂർവ ഫലവൃക്ഷങ്ങളുടെ വിസ്മയ ലോകം തീർത്ത് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചാലിശ്ശേരിക്കാരൻ പുലിക്കൂട്ടിൽ ജിജു. ചാലിശ്ശേരിയിൽ നിന്ന് കച്ചവടവുമായി എറണാകുളത്തെത്തിയ ജിജു വടുതല ഗ്രീൻ ഗാർഡനിൽ താമസമാക്കിയ ശേഷമാണ് സ്വന്തം ഭൂമിയെ ഒരു അപൂർവ ഫലവൃക്ഷ ശേഖരമാക്കി മാറ്റിയിരിക്കുന്നത്. എറണാകുളത്ത് 3 ഇടങ്ങളിലായി 1/2 ഏക്കർ ഭൂമിയിലാണ് ജിജുവിന്റെ കൃഷിത്തോട്ടം. വിവിധയിനം റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, 15ലധികം മാവുകൾ, 10ലധികം പ്ലാവുകൾ, വ്യത്യസ്തങ്ങളായ ചാമ്പയ്ക്ക, അരിനെല്ലി, പേര, സപ്പോട്ട, നാരകം, വെളുത്ത ഞാവൽ, ഇങ്ങനെ നീളുന്നു ഫലവൈവിധ്യം. ഒരു കാലത്ത് രാജകൊട്ടാര വളപ്പുകളിൽ മാത്രം കൃഷി ചെയ്യാൻ അനുമതിയുണ്ടായിരുന്ന കൈപ്പൽ, ഒരു പഴം കഴിച്ചാൽ 2 മണിക്കൂർ വരെ പുളിയുള്ള ഭക്ഷണങ്ങൾ പോലും മധുരമായി അനുഭവപ്പെടുന്ന മിറാക്കിൾ ഫ്രൂട്ട്, പ്രമേഹ രോഗികൾക്ക് ഗുണകരമെന്ന് കരുതപ്പെടുന്ന മങ്കോട്ട ദേവ, മുള്ളാത്ത, ജംബോട്ടിക്ക, ബനാന മാങ്ങ, മൾബറി, ക്രാബ്, ആപ്പിൾ, ബുഷ്, ഓറഞ്ച്, ഡുക്കോങ് പഴങ്ങൾ തുടങ്ങി കൗതുകമുണർത്തുന്ന നിരവധി ഇനങ്ങൾ തോട്ടത്തിലുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയും ജിജു കൃഷി ചെയ്യുന്നു. കൃഷിയിടത്തിൽ ജൈവ സൗഹൃദ രീതികളാണ് പിന്തുടരുന്നത്. ഭാര്യ ബിന്ദുവും മക്കളായ ബിസ്നിയും ജിസ്നിയും മരുമകൻ സുനിലും നൽകുന്ന പ്രോത്സാഹനമാണ് ഈ 57കാരന് കൃഷിയോടുള്ള അർപ്പണബോധത്തിന് ശക്തി പകരുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 140 രൂപ കൂടി ഗ്രാമിന് 13,180 രൂപ, പവന് 1,05,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. അതിരപ്പള്ളി തോട്ടപ്പുര വ്യൂ പോയിന്റിൽ വീണ വിനോദസഞ്ചാരിയെ മലക്കപ്പാറ പോലീസും വനംവകുപ്പും വാച്ചറും ചേർന്ന് രക്ഷപ്പെടുത്തി. കടങ്ങോട് പള്ളിമേപ്പുറം മേഖലയിലുണ്ടായ മിന്നൽ ചുഴിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യ യാത്ര, സ്വകാര്യ ബസ് സർവീസ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങി. അപൂർവ ഫലവൃക്ഷങ്ങളുടെ വിസ്മയ ലോകം തീർത്ത് ശ്രദ്ധ നേടിയിരിക്കുകയാണ് പുലിക്കൂട്ടിൽ ജിജു. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895 070239. നന്ദി, നമസ്കാരം.